ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശിവനാണെങ്കിൽ ആ ശ്മശാനത്തിൽ നിന്ന് നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതിനുശേഷം ശിവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുവാണ്. ആ സമയത്ത് ശാലിനിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. പപ്പിയും സത്യയും ചേർന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുവാണ് ശാലിനി. ഫോണിൻ്റെ റിംഗ് ശബ്ദം കേട്ട് പെട്ടെന്ന് ശാലിനി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിട്ട് ആ ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ ശിവനാണ്. സമയം നോക്കുമ്പോൾ രാത്രി 11:30 കഴിഞ്ഞാൽ ഈ സമയത്ത് എന്തിനായിരിക്കും ശിവൻ വിളിക്കുന്നത്? എന്തായാലും വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ശാലിനി ശിവനെ വിളിക്കുവാണ്. എന്തിനാ വിളിച്ചതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശിവൻ പറയും, ഇവിടെ വന്ന് നിന്നപ്പോൾ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. പിന്നെ ശാലിനിക്കും കുട്ടികൾക്ക് സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്. ഇതെന്താ ശിവൻ ഇങ്ങനെ ചോദിക്കുന്നത്? ഇങ്ങനെയൊന്നും ശിവൻ ചോദിക്കാറില്ലല്ലോ. ഉറങ്ങിക്കിടക്കുന്ന പപ്പിമോളെ സത്യമോളെ ശാലിനി ഒന്ന് നോക്കുവാണ്. ശിവൻ പറയും, അവരെ നന്നായിട്ട് നോക്കണം, അവരുടെ വാശിക്ക് മുന്നിൽ ദേഷ്യപ്പെടരുത്, സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പിന്നെ അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കണം. അമ്മ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പാവമാണ്. അച്ഛനും അതുപോലെ തന്നെയാണ്. ശിവൻ ഇങ്ങനെയൊക്കെ ശാലിനിയോട് പറയുമ്പോൾ ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശാലിനി എന്നിട്ട് ശിവനോട് ചോദിക്കും, ശിവൻ എന്തൊക്കെയായി പറയുന്നത്? ശാലിനി അങ്ങനെ ചോദിക്കുമ്പോൾ ശിവന് പെട്ടെന്ന് ബോധം വന്നതുപോലെ അവിടെ ആ ചിത എരിയുന്നതൊക്കെ കാണുവാണ്. ആ ചിത എരിയുന്ന കാണുമ്പോൾ ശിവന് വീണ്ടും വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുവാണ്. ശാലിനി അപ്പോൾ പറയാ, രേഷ്മ അറിയാതെ എവിടെയോ പോയി മദ്യപിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ബോധത്തോടെ അല്ലല്ലോ ഈ സംസാരിക്കുന്നത്. പക്ഷെ ശാലിനി ഇങ്ങനെ പറയുന്ന ഫോൺ മാറ്റി വെച്ചോണ്ടാണ് പറയുന്നത്. ശിവൻ അതുകൊണ്ട് അത് കേൾക്കുന്നതുമില്ല. ശാലിനി വീണ്ടും ഹലോ എന്ന് പറയുമ്പോൾ ശിവൻ വീണ്ടും ചെവിയിലോട്ട് ആ ഫോൺ വെക്കുന്നുണ്ട്. അയ്യോ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ ശാലിനി, സോറി കേട്ടോ, ഞാൻ ബോധമില്ലാതെയാണ്, ബോധത്തോടെ അല്ല പറഞ്ഞത്, അതുകൊണ്ട് എല്ലാത്തിനും സോറി എന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോൺ അങ്ങ് വെക്കുവാണ്. എന്നിട്ട് ശിവൻ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. അന്നേരം ഇത് എന്തൊക്കെയാ പറഞ്ഞത്? ശിവൻ ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ, ശിവൻ ഇനി മദ്യം കഴിച്ചിട്ടാണോ എന്നിങ്ങനെ ആലോചിച്ച് ശാലിനി ഇരിക്കുവാണ്. തുടർന്ന് ശിവനാണെങ്കിലോ അവിടെ നിന്നും തന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു സൈക്കിളിൽ ഒരാൾ വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അയാൾ ഒരു ആംബുലൻസ് ഡ്രൈവറാണെന്ന് തോന്നുന്നു. മാരിയപ്പൻ എന്ന് പറയുന്ന ആ ആംബുലൻസ് ഡ്രൈവറാണെന്ന് തോന്നുന്നു. അയാളാണെങ്കിൽ ഇങ്ങനെ സൈക്കിളിൽ വരുമ്പോൾ ശ്മശാനത്തിൽ ശിവൻ ഇങ്ങനെ നിൽക്കുന്നതാണ് അയാൾ കാണുന്നത്. ശിവനെ കണ്ടതും മാരിയപ്പൻ പ്രേതം എന്ന് പറഞ്ഞ അയാളുടെ ബോധം അങ്ങ് പോയി. ശിവൻ അയ്യോ ചേട്ടാ എന്നും പറഞ്ഞ അയാളെ കുലുക്കി വിളിക്കുവാൻ. അയ്യോ പേടിക്കണ്ട ചേട്ടാ, നിങ്ങൾ ആരാ? ചേട്ടാ പേടിക്കണ്ട, നിങ്ങൾ ആരാന്നാണ് ഞാൻ ചോദിച്ചത്. ശിവൻ പറയാം, ഞാനൊരു വഴിപോക്കൻ, എന്നാലേ ഞാനൊരു പോക്കങ്ങ് പോയേനെ. ശിവൻ വിചാരിച്ചത് അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. എന്നാലേ കെട്ടെന്നടങ്ങിയിട്ട് വീട്ടിൽ പോയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ ആളൊന്ന് കുറയും. അയാളുടെ വീണ് കിടക്കുന്ന സൈക്കിൾ എടുത്ത് ശിവൻ കൊടുത്തിട്ട് ശിവൻ ആ ജീപ്പിൽ കയറി അങ്ങ് പോവുകയാണ്. ഭയത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? മധ്യവയസ്കരായ രണ്ടുപേര് വേലായുധൻ്റെ വീട്ടോട്ട് ഓടി വരിക. വേലായുധാന്ന് വിളിക്കുവാണ്. വേലായുധൻ്റെ മോള് കതവ് തുറന്ന് നോക്കിയിട്ട്, എന്താ? ഞങ്ങൾ വേലായുധനെ ഒന്ന് കാണാൻ വന്നതാ. അച്ഛൻ ഞങ്ങളുടെ പഴയ വീട്ടിലാണ്, ഇതിൻ്റെ പുറകിലാണ് ആ വീട്, അവിടെ താമസിക്കുന്നത്. എന്നാൽ ഞങ്ങൾ അവിടെ പോയി കണ്ടോളാം എന്നിങ്ങനെ പറയുമ്പോൾ വേലായുധൻ അങ്ങോട്ട് വന്നിട്ട്, എന്താ കാര്യം? വേലായുധ, ഒരു ശവം വന്ന് കിടപ്പുണ്ടല്ലോ. എവിടെ? അല്ലാണ്ട് അവിടെ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ? കണ്ടിട്ട് വണ്ടി മുട്ടിയതാണെന്ന് തോന്നുന്നില്ല, എടുത്തിട്ടതാണെന്ന് തോന്നുന്നു. വേലായുധൻ ചോദിക്കുക, വള്ളിയാവോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല, കണ്ടിട്ട് കൊന്നുകൊണ്ടിട്ടതാണെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം വേലായുധ. ഇതിനേക്കാളും വലിയ വള്ളി നമ്മൾ കഴുത്തിന്ന് ഊരി പോന്നിട്ടുള്ളവരല്ലേ. എന്നാൽ നിങ്ങൾ വാതിലടച്ച് കിടന്നു. അച്ഛാ, അത് നിങ്ങളോട് പറഞ്ഞില്ലേ വാതിലടച്ച് കിടന്നോന്ന്? അപ്പോൾ ചന്ദ്രയും അമ്മയും ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുവാണ്. അല്ല, ഇത് എവിടാ സ്ഥലം? നമ്മുടെ റോഡ് പടി നടക്കുന്നിടത്തേ. അങ്ങനെ അവർ 3 പേരോടെ പോവുകയാണ്. തന്നെ കമിഴ്ന്ന് കിടക്കുന്നത് മാണിക്കോത്ത മഹേന്ദ്രനാണ്. ഇത് മോളോ അമ്മയോട്ട് അറിയുന്നുമില്ല, ആർക്കോട്ട് അറിയത്തതുമില്ല. എന്താ റാണി ഇതൊക്കെ ഇവിടെ പതിവുള്ളതാ. വഴിയെ പോന്ന വയ്യാവേലിയൊക്കെ അച്ഛനാണെങ്കിൽ എടുത്ത് തലയെ കയറ്റുകയും ചെയ്യും. ഈ സമയം ശിവനാണെങ്കിൽ വിഷ്ണുവിനെ ദഹിപ്പിച്ച് ആ ശ്മശാനത്തിലൊക്കെ പോയിട്ട് തിരിച്ചു തണ്ട ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുവാണ്. ശിവനാണെങ്കിൽ ആ ചേറയിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അറ്റൻഡർ വന്നിട്ട്, അയ്യോ ഇവിടെ കിടക്കരുത്. അതെന്താ? എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നു, ഞാൻ ആ പേഷ്യൻറ്റിനോട് വന്ന ബൈസ്റ്റാൻഡറാ. അറ്റൻഡർ പറയാം, എന്നാൽ നിങ്ങൾ ആ റിസപ്ഷൻ്റെ അടുത്ത് പോയി കിടക്ക്. ഇത് കൊള്ളാമല്ലോ, ബൈസ്റ്റാൻഡർമാർക്ക് ഇവിടെ ഒരു വിലയില്ലേ? റിസപ്ഷൻ എങ്കിൽ റിസപ്ഷൻ, പിന്നെ എല്ലാ വഴി ഒരുപോലെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ശിവൻ വീണ്ടും ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ആരും കാണാതെ ആ തിയേറ്ററിനകത്തോട്ട് കയറുവാണ്. ആ സ്ട്രെച്ചറിൽ ഇങ്ങനെ നോക്കുവാണ്. ഇത്രയും നല്ല സംവിധാനമൊക്കെ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ റിസപ്ഷൻ തിരക്കി പോകുന്നത് എന്നും പറഞ്ഞതാണ്ട് ശിവൻ അതേ കയറിയും കിടന്നു. വിഷ്ണുവിനെ അവിടെ കിടത്തിയാണ് ഓപ്പറേഷൻ ചെയ്തതെന്ന് തോന്നുന്നു. ശിവൻ അവിടെ കിടക്കുമ്പോൾ നെഞ്ച് തടവുകയാണ്. അങ്ങനെ വേലായുധനും കൂടെ വന്നവരെല്ലാം വന്ന് കമന്ന് കിടന്ന മഹേന്ദ്രനെ ഇങ്ങനെ നിവർത്തിയിടുമ്പോൾ വേലായുധൻ ആള് മനസ്സിൽ, അയ്യോ ഇത് മാണിക്കോത്ത് മഹേന്ദ്രൻ സാറല്ലേ. മഹേന്ദ്രൻ്റെ മൂക്കിൽ കൂടെയും വായക്കൂടെയൊക്കെ ഇങ്ങനെ രക്തം വരുന്നുണ്ട്. അയ്യോ ഇത് ശിവൻ്റെ അച്ഛനാ എന്നും പറഞ്ഞ് വേലായുധൻ ഇങ്ങനെ മൂക്കിൻ്റെ അടുത്ത് തൊട്ട് നോക്കിയിട്ട്, ആളിന് ജീവനുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. ഈ സമയം ഡെയ്സിയും ഡേവിസും കൂടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് വീട്ടോട്ട് വരുവാണ്. അവളുടെ അപ്പൻ ആർക്കോ ഫോൺ ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക.
എന്നാ കുരുവിള ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞിട്ട് മക്കളെ എന്തായി, അയാളെ ഹോസ്പിറ്റലിലാക്കിയോ? അയാളെ ഞങ്ങളായിട്ടൊന്നും ചെയ്തില്ലപ്പാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് തന്നെ കിടക്കുവാണോ? ഡെയ്സി പറയാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തോന്നിയില്ലപ്പാ. ആക്സിഡൻ്റ് ആയ കാറിൽ തന്നെ കിടന്നാൽ അങ്ങനെ അതുവഴി വരുന്ന ആരെങ്കിലും അയാളെ രക്ഷിച്ചോളും. അതുകൊണ്ട് ഞങ്ങൾ അയാളെ എടുത്ത് പൊക്കി വെളിയിലിട്ടിട്ടുണ്ട്. അവിടെ കിടന്ന് അയാൾ അങ്ങ് തീർന്നോളും. എന്തൊക്കെയാടാ നീയൊക്കെ കാണിച്ചു വെച്ചത്? ഞാൻ പറയുന്ന ഒന്നും അല്ലല്ലോ നിങ്ങൾ കാണിക്കുന്നത്. അപ്പം അയാൾ നമ്മുടെ ശത്രുവാ. അയാളോട് എന്തിനാ അപ്പൻ ഇത്ര സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെൻറ്റിമെൻറ്റ്സ് ഒന്നും അല്ല മോളെ. ഒന്നിച്ച് കപ്പയും മരച്ചീനിയൊക്കെ വിറ്റ് നടന്നപ്പോഴേ ഒരുമിച്ച് കൈകോർത്ത് നടന്നാ ഞങ്ങൾ രണ്ടുപേരും. ശത്രുക്കളായിട്ടാണെങ്കിലും ഓപ്പോസിറ്റിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഞാനാകാനും അവനാകാനും പറ്റൂ. ഒരു കഥ വിജയിക്കണമെങ്കിൽ ഒരു നായകനോ വില്ലനോ ഉണ്ടായാൽ മാത്രം പോരാ, വില്ലനും നായകനും വേണം. എന്നാലേ പരസ്പരം രണ്ടുപേരും പോരാടിക്കൊണ്ട് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. മാമൂട്ടിൽ യോഹന്നാന്റെ ശത്രുവായിട്ട് മാണിക്കോത്ത് മഹേന്ദ്രൻ വേണം. എന്നാലേ ഈ മാമൂട്ടിൽ യോഹന്നാന് പലതും ഇനിയും വെട്ടിപ്പിടിക്കാനൊക്കൂ. ഇനിയിപ്പം ഞാൻ ആരെ കാണിക്കാനാ പലതും വെട്ടിപ്പിടിക്കുന്നതും കാശുണ്ടാക്കുന്നതും ബിസിനസ് നടത്തുന്നതും ഒക്കെ? ഒരു ശത്രു നമുക്ക് മുന്നിലുണ്ടെങ്കിൽ ആ ശത്രുവിനെ ജയിക്കാൻ നമ്മൾ നോക്കും. ആ ശത്രു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ ജയിക്കാന്? അപ്പ ഞങ്ങൾ ഇനി എന്താ വേണ്ടത്? അയാളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇനി അത് വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഇനി എങ്ങോട്ടും പോകണ്ട. ഇനി ഈ വീട്ടിൽ നടക്കേണ്ട നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണമാണ്. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കേസിലൊക്കെ പോയി പെട്ടാലേ അതിൽ നിന്ന് വലിച്ചു വരാൻ വലിയ പ്രയാസമാണ്. എന്തായാലും നടന്നു. ഈ വിവരം ഇനി ആരും അറിയണ്ട. ഡേവ്സ് പറയും, അയാളുടെ അവസ്ഥ വെച്ച് അയാളിപ്പോൾ തീർന്ന് കാണുമെങ്കിലേ. നമ്മളിലേക്ക് വരാവുന്ന പ്രത്യക്ഷത്തിൽ ഒരു കാരണവുമില്ല. അതുകൊണ്ട് ആ തെളിവൊന്നും നമ്മുടെ നേരെ ചൂണ്ടിക്കാണിക്കാനില്ല. ശിവനോടലിൻ്റെ ആദ്യത്തെ പ്രതികാരമാണെന്ന് കൂട്ടിയാൽ മതി. അവൻ്റെ തലയെടുത്തോണ്ടുള്ള പ്രതികാരം. മാണിക്കോത്ത മഹേന്ദ്രന്റെ ബലത്തിലല്ലേ അവൻ്റെ കളിയൊക്കെ. ആ കളിയാണ് നമ്മളിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി അവൻ കാണും അവൻ്റെ കുടുംബം മൊത്തം നിന്ന് കത്തുന്നത്. അത് ചെയ്തിരിക്കും ഈ ഡെയ്സി. ശാലിനി അനുവിനോട് ചോദിക്കും, അനു തിരക്കിയോ? തിരക്കി മാഡം. ആശുപത്രിയിൽ മുഴുക്ക തട്ടിപ്പാ മാഡം. സാധാരണക്കാരന് വേണ്ടിയുള്ള ഒരു ആശുപത്രി അല്ലത്. കാശുള്ളവന് വേണ്ടി മാത്രം ചികിത്സ കിട്ടുന്ന ഒരു ആശുപത്രിയാണ് അത്. അപ്പോൾ തോമസ് കുര്യൻ പറഞ്ഞത് അതെല്ലാം സത്യമാണ്. അവിടുത്തെ സിസ്റ്റം തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുക. പാവങ്ങൾക്കായിട്ടുള്ള സൗജന്യ കിറ്റ് യഥാസമയത്തോടെ വരുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സർജറി കിറ്റ് വരുമ്പോൾ ഓപ്പറേഷൻ നടക്കാത്ത കാര്യം? സർജറി കിറ്റുകൾ വന്നാൽ മാത്രം പോരല്ലോ മാഡം, അത് പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണ്ടേ? അവരെ കൊണ്ട് പുതിയ കിറ്റ് വാങ്ങിപ്പിക്കുവാണ്. ആ പുതിയ കിറ്റ് വാങ്ങിച്ചിട്ട് അത് എവിടെ നിന്നാണോ വാങ്ങിച്ചത് അവിടെ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ സർക്കുലർ ബസ് ഓടാറില്ലേ, ഒരു സ്ഥലത്ത് തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ അനു ആ കിറ്റ് എവിടെ നിന്നാണോ വാങ്ങിയത് അത് പൊട്ടിക്കാതെ അവിടെ തന്നെ എത്തിച്ചേരുന്നു അല്ലേ? എന്നിട്ട് ഇതിൻ്റെ പണമാണെങ്കിലോ കൃത്യമായിട്ട് വീതിക്കപ്പെടുകയും ചെയ്യും. 10 രൂപ വിലയുള്ള സിറിഞ്ചിൽ തുടങ്ങുന്ന ആയിരങ്ങളും ലക്ഷങ്ങളും ഉള്ള സർജിക്കൽ ഉപകരണങ്ങളില്ല, പിന്നെ ഓപ്പറേഷൻ കിറ്റുകളിലുമാണ്. ആഹാ, അപ്പോൾ കൊള്ളാവല്ല പരിപാടി. ആളുകളെ കീറി മുറിക്കുന്നതിൽ ഇങ്ങനൊരു ചതിയുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവോ മാഡം? ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കീറി മുറിക്കാനുള്ള കത്രിക വരെ വാങ്ങിച്ചു കൊടുക്കണം. ഇതെല്ലാം തിരിച്ച് ലാസ്റ്റ് അതാത് കൈകളിൽ സുരക്ഷിതമായിട്ട് തന്നെ എത്തിച്ചേരുകയും ചെയ്യും. രോഗിയുടെ കയ്യിൽ സ്ലിപ്പ് കൊടുത്തിട്ട് പറയും, ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഡയാലിസിസിന് ആവശ്യമായ കിറ്റ് കിട്ടും. ഈ പറഞ്ഞെടുത്തൊന്നേ വാങ്ങിക്കാവൂ. ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിസ്കൗണ്ടും കിട്ടും. വാങ്ങിക്കുമ്പോൾ കൂടുതൽ കിറ്റുകൾ അങ്ങോട്ട് വാങ്ങിച്ചോ. ആഴ്ചയിൽ 2 വെച്ച് വേണ്ടതല്ലേ? ശരി ഡോക്ടറെ. അപ്പോഴൊരു അറ്റൻഡർ വന്നിട്ട് അയാളോട് ചോദിക്കുവാണ്, ഡോക്ടറെ വിളിച്ചിട്ട് വന്ന ആളാണോ? അതെ. കയ്യിൽ പൈസയുണ്ടോ? ആ ഉണ്ട്. എന്നാ വാ. അങ്ങനെ പൈസ കൊടുത്തിട്ട് അയാൾ വലിയൊരു കിറ്റ് വാങ്ങിക്കുന്നുണ്ട്. കിറ്റ് കൊടുത്തിട്ട് അയാൾ പണമൊക്കെ ഇങ്ങനെ എണ്ണി സന്തോഷത്തോടെ നിൽക്കുവാണ്. ആ കിറ്റ് വാങ്ങിച്ച അയാൾ ആ കിറ്റ് കൊണ്ട് ഡോക്ടറെ കൊടുക്കുവാണ്. ഡോക്ടർ അത് വാങ്ങിച്ച് നേഴ്സിൻ്റെ കൊടുക്കുന്നു. നേഴ്സ് എവിടെ നിന്നാണോ വാങ്ങിച്ച് അവിടെ കൊണ്ട് ആ കിറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അനു ശാലിനിയോട് പറയാം. ശാലിനി ഇതൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. മാഡം, ഇതവിടെ നടക്കുന്ന സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു ചെയിൻ സർവീസാണ്. സർക്കാർ നൽകുന്ന സൗജന്യ ഉപകരണങ്ങൾ കൊണ്ട് കാര്യം നടത്തുകയും പുറത്തു നിൽക്കുന്ന സ്വകാര്യ വ്യക്തികളെ കൂടെ നിർത്തി ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ചെറിയൊരു അഴിമതിയുടെ ഭാഗം മാത്രമാണ് ഞാൻ മാഡത്തിനോട് വിശദീകരിച്ചത്. ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പ് കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഓരോ വിധത്തിൽ പാവങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യുവാണ്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 10 പേര് അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ അനു പറയുന്നത് പുറത്ത് നിന്നുകൊണ്ട് അതിനുള്ളിലെ കള്ളക്കളികളൊന്നും കണ്ടെത്താനാവില്ല, ഇല്ലാതാക്കാനും കഴിയില്ല മാഡം. അത്രയ്ക്കും വലിയൊരു ബെൽറ്റിനുള്ളിലാണ് അവരവരുടെ ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത് തന്നെ. അപ്പോഴാ ബെൽറ്റിനുള്ളിലോട്ട് കയറിപ്പറ്റണം. എന്നാലേ അടിവേര് മാന്തിക്കൊണ്ടുള്ള ശുദ്ധികലശം നടത്താൻ പറ്റൂ. ഈ അഴിമതി വീരന്മാരെയൊക്കെ കൈയോടെ പൊക്കണമെങ്കിൽ പുറത്ത് നിന്നിട്ട് കാര്യമില്ല. അവർക്കൊപ്പം ഒരാളായി അതിനകത്ത് കയറണം. എന്നാലേ പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന പണം ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് ശാലിനി കുമാരനെ ഫോൺ ചെയ്ത് വിളിക്കുക. ആ മാഡം പറഞ്ഞോളൂ, എനിക്ക് കുമാരേട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സാധാരണ ജനങ്ങളോട് അടുത്തിടപഴകുന്ന കാഹളം കുമാരേട്ടൻ്റെ
സഹായം എനിക്ക് വേണം. മാഡം എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. എന്ത് വേണമെന്ന് മാഡം എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണണം. ശരി എന്ന് പറഞ്ഞ ഒരു ഫോൺ കട്ട് ചെയ്യുവാണ്. ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന അന്യായത്തിൻ്റെ അസ്ഥിവേര് തോണ്ടി പിഴുതെറിയാനായിട്ട് നമ്മുടെ കളക്ടർ ശാലിനി ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിട്ട് വേഷം മാറി ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കാഹളം കുമാരനായിരിക്കും അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നത്. കാഹളം കുമാരൻ്റെ ബൈസ്റ്റാൻഡറായിട്ടാണെന്ന് തോന്നുന്നു ശാലിനി വേഷം മാറി ഇങ്ങനെ വരുന്നത്. ഇനി ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന അന്യായങ്ങളെല്ലാം ശാലിനി കൈയോടെ പിടികൂടും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.